ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICC മെൻസ് T20 ലോകകപ്പിന്റെ സൂപ്പർ 8 പോരാട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ ഇനി ബാക്കിയുള്ളത് ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമാണ്. അവർ തമ്മിലുള്ള ഒരു മത്സരം ഇന്ന് നടന്നു. അതിൽ ഓസ്ട്രേലിയ വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ റൺ റേറ്റിൽ 1-ാം സ്ഥാനത്തും ഇന്ത്യ 2-ാം സ്ഥാനത്തുമാണ്. ഏതായാലും വളരെ ആധികാരികമായിട്ടാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇതിനു മുമ്പുള്ള മാച്ചുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ജയമായിരുന്നില്ല ഇന്ത്യയുടെ എന്ന് മനസ്സിലാക്കാം. കാരണം കൂടുതൽ മത്സരം കളിച്ചത് USA-ലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിലേക്ക് ടൂർണമെന്റ് മാറിയപ്പോൾ ടൂർണമെന്റിന്റെ അല്ലെങ്കിൽ ആ മത്സരങ്ങളുടെ ഒരു ഗതി തന്നെ മാറിയിരിക്കുകയാണ്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു ബാർബഡോസിലേത്. ഡ്രൈ ആയിട്ടുള്ള പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ പിച്ച് കുറച്ച് പിടിച്ചു വരിക എന്ന് പറയും. പിടിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ കുത്തി കഴിഞ്ഞാൽ ബാറ്റിലേക്ക് ഈസി ആയിട്ട് ഒഴുകിയെത്തില്ല. നല്ല ബാറ്റിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ബാറ്റിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതിനാണ് നല്ല ബാറ്റിംഗ് ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു സർഫസ് ആയിരുന്നു എന്നുള്ളത്. കൂടാതെ മത്സരം നടന്നത് രാവിലെ 10:30 മണിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് ജയിക്കുന്ന ടീം ഏതായാലും ബാറ്റ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എന്ന് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടോസ് ജയിച്ച ഇന്ത്യ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ആ ഒരു പിച്ചിന്റെ ഒരു ഇതെന്ന് പറയുന്നത് സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് എറിയുന്നതെങ്കിൽ തന്നെ കൂടുതൽ സ്ലോവർ ബോളുകൾ എറിയാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു പിച്ചായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഈ ന്യൂയോർക്കിൽ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പിച്ചുകൾ ഇന്ത്യക്ക് പുതുമയല്ല. കാരണം ഇന്ത്യയിൽ ഒരുപാട് മാച്ചുകൾ ഇങ്ങനത്തെ പിച്ചിൽ ഇന്ത്യ കളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഒരിക്കലും ബാറ്റ്സ്മാൻമാർക്ക് ഈസി ആയിട്ട് അടിച്ചകറ്റാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം പുരോഗമിക്കും തോറും ഈ ഡേ മത്സരം ആയതുകൊണ്ട് തന്നെ ഒരു മഞ്ഞിന്റെ അഡ്വാൻറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും കൂടുതൽ ഡ്രൈ ആവുകയും ബാറ്റിംഗ് ദുഷ്കരമാവുകയുമാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഏത് ടീമാണെങ്കിലും ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് വരികയാണെങ്കിൽ അതിൽ രോഹിത് ശർമ്മ ആദ്യം തന്നെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഷോട്ട് കളിച്ചാണ് ഔട്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലപ്പോഴും രോഹിത് ഇതുപോലെ ഔട്ടാവാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡ്രൈ പിച്ചിൽ കളിക്കുമ്പോൾ ആ ന്യൂ ബോളിൽ മാക്സിമം റൺ അടിച്ചെടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവിടെ. അതായത് ന്യൂ ബോൾ ആയതുകൊണ്ട് തന്നെ ബോൾ കുത്തി ഈ ഡ്രൈ ആണെങ്കിലും പിച്ച് ഡ്രൈ ആണെങ്കിലും കുത്തി ബാറ്റിലേക്ക് വരുന്നത് പോലെ ഫീൽ ചെയ്യും. പിന്നെ കോഹ്ലി ഏകദേശം ഒരു കഴിഞ്ഞ 3 മത്സരങ്ങളിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയാതെ പോയ കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ മാച്ചിൽ. പക്ഷേ അദ്ദേഹം ഒരു 24 ബോളിൽ 24 റൺസ് നേടുകയും അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കവേഴ്സിന് മുകളിലൂടെ ഒരു ബൗണ്ടറി നേടാനുള്ള ഒരു ശ്രമമായിരുന്നു റഷീദ് ഖാനെ. പക്ഷെ അത് കണക്ട് ചെയ്തില്ല. അത് നേരെ ലോങ് ഓഫിന്റെ കയ്യിലേക്ക് പോവുകയും അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. ഈ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രകടനം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ആണ്. സൂര്യകുമാർ യാദവിന്റെ ഇങ്ങനെ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചിൽ ലോകോത്തര സ്പിന്നർ ആയിട്ടുള്ള റഷീദ് ഖാനെ അദ്ദേഹം ബാറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം സ്വീപ്പ് ഷോട്ടുകൾ ഇൻ ബിറ്റ്വീൻ ഓവേഴ്സിൽ എനിക്ക് റഷീദ് ഖാൻ ഈവൻ എന്തോ പറയുന്നുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിനോട്. അത് ഇങ്ങനെ സ്വീപ്പ് കളിക്കില്ല എന്നായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ സ്വീപ്പ് ഷോട്ടുകൾ കളിച്ചുകൊണ്ടിരുന്നത് റഷീദ് ഖാനെതിരെയും മറ്റുള്ള ബൗളർമാർക്കെതിരെയും. അതൊരു ഡ്രൈ ആയിട്ടുള്ള പിച്ചാണ്, ബാറ്റിംഗ് ദുഷ്കരമാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഫീലും ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു സൂര്യയുടെ ബാറ്റിംഗ്. അത് ഒരു എക്സലന്റ് ആയിട്ട് ഒരു ക്ലാസിക് ബാറ്റിംഗ് എന്ന് പറയും. അതിന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യ ഒരു 30+ റൺസ് നേടി ഔട്ടായി. പക്ഷേ ഇങ്ങനത്തെ ഒരു വിക്കറ്റിൽ 28 ബോളിൽ 53 റൺസ് നേടുക എന്ന് പറയുന്നത് സൂര്യകുമാർ എക്സലന്റ് ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത്. കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ചെയ്യുമ്പോഴാണ് അത് ബാറ്റർ ആണെങ്കിലും ബോളർ ആണെങ്കിലും. കാരണം ഇത് കുറച്ച് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ബുംറയ്ക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാതെ അത് സൂര്യകുമാറിന് കൊടുക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സൂര്യകുമാറിന്റെ ഒരു എക്സലന്റ് ഇന്നിങ്സിലൂടെയാണ് ഇന്ത്യ ഇടയ്ക്കൊന്ന് പതറിപ്പോയെങ്കിലും അതിനുശേഷം നല്ല രീതിയിൽ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സൂര്യകുമാർ യാദവിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും കഴിയുകയും ചെയ്തു. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അക്സർ പട്ടേൽ 6 ബോളിൽ 12 റൺസ് നേടി. അക്സർ പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അക്സർ പട്ടേലിനെ ഈ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ പല ആളുകളും അദ്ദേഹത്തിനെ എന്തിനാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈവൻ എന്റെ വീഡിയോയിൽ പോലും ഞാൻ പോലും പറഞ്ഞിരുന്നു ഈ രവീന്ദ്ര ജഡേജയുടെ അതേ ട്രേഡിലുള്ള ഒരു ബൗളറാണ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പ്ലെയർ ആണ് അക്സർ പട്ടേൽ. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തിനെ ഈ ടീമിൽ എടുത്തത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു, ഞാനും ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായിരുന്നത് അക്സർ പട്ടേൽ ഇപ്പോൾ ഈ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടുന്നതിന്, അതായത് ഒരു 8ാം നമ്പർ വരെ മുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അക്സർ പട്ടേലിന് സാധിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് കുറച്ച് പാകിസ്ഥാനായിട്ടുള്ള ഒരു മാച്ചിൽ ഇത്തിരി നേരത്തെ വന്നിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കുറെ സ്ട്രാറ്റജികൾ, അതായത് ഇന്ത്യ ഒരു ടീം സെലക്ഷനിൽ കാണിക്കുന്ന സ്ട്രാറ്റജികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ മുഹമ്മദ് സിറാജിനെ പുറത്തെടുത്ത് ഈ കുൽദീപ് യാദവിനെ ഇന്ത്യൻ ടീമിലേക്ക്
ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുൽദീപ് നന്നായിട്ട് ബോൾ ചെയ്തു. കുൽദീപിന്റെ ചില ബോളിംഗ് പ്രകടനങ്ങൾ വളരെ മികച്ചതായിരുന്നു എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല. ഇനി ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ നമ്മൾ കണ്ടതാണ്. 181 ആണ് ഇന്ത്യ നേടിയത്. 181 റൺസ് അടിക്കാനുള്ള ഒരു വിക്കറ്റ് അത് ഉണ്ടായിരുന്നില്ലെന്നാണ് എന്റെ പക്ഷം. ഒരു 160 റൺസ് തന്നെ ഒരു വിന്നിംഗ് ടോട്ടൽ ആയിരുന്നു ആ വിക്കറ്റിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഡ്രൈ ആയിരുന്നു പിച്ച് എന്ന് പറയാതെ വയ്യ. പക്ഷെ 181 റൺസ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് ആ സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയൊക്കെ ഒരു മികച്ച ബാറ്റിംഗ് തന്നെയായിരുന്നു. അതാണ് ഒരു 20 റൺസ് എക്സ്ട്രാ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നാണ് ആ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. തിരിച്ച് നമ്മൾ ഇനി അഫ്ഗാനിസ്ഥാന്റെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ, അഫ്ഗാനിസ്ഥാന്റെ ഇന്നിങ്സിൽ ആദ്യം തന്നെ ആക്രമിച്ച് കളിക്കാനുള്ള ന്യൂ ബോളിൽ മാക്സിമം റണ്ണ് കണ്ടെത്തുക, പവർ പ്ലേയിൽ മാക്സിമം റൺസ് അടിച്ചു കൂട്ടുക എന്നുള്ള സ്ട്രാറ്റജിയുമായിട്ടാണ് ഗുർബാസ് ബാറ്റ് ചെയ്യാൻ വന്നതെന്ന് കണ്ടാൽ തന്നെ അറിയാം. കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ അർഷദീപിനെ 13 റൺസ്, ഒരു 6ഉം ഒരു 4ഉം അടക്കം 13 റൺസ് നേടാനായിട്ട് ഗുർബാസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ അടുത്ത ഓവറിൽ തന്നെ രോഹിത് ശർമ്മ ഒട്ടും വെയിറ്റ് ചെയ്തില്ല. ഇന്ത്യയുടെ ട്രംപ് കാർഡായിട്ടുള്ള ജസ്പ്രീത് ബുംറയെ ബോളിംഗിലേക്ക് കൊണ്ടുവരികയും ചെയ്തു രണ്ടാമത്തെ ഓവറിൽ തന്നെ. ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യക്ക് വേണ്ട ഒരു ബ്രേക്ക് ത്രൂ നൽകാനായിട്ട് അത് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു. ജസ്പ്രീത് ബുംറ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഓവർ സാധാരണയായിട്ട് ഇന്ത്യൻ ടീമിൽ ബോൾ ചെയ്യാറേയില്ല. അത് എറിയുന്നത് സിറാജാണ്. സിറാജ് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു സമയത്ത് ബോൾ ചെയ്യാൻ വന്നത്. പക്ഷെ അതൊരു നല്ല നീക്കമായിരുന്നു. വേണമെങ്കിൽ ഹാർദിക് പാണ്ഡ്യക്ക് സെക്കൻഡ് ഓവർ കൊടുക്കാമായിരുന്നല്ലോ. പക്ഷെ അത് കൊടുക്കാതെ ബുംറയെ കൊണ്ടുവന്നത് കാരണം ഗുർബാസിന്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. ഗുർബാസിന് അദ്ദേഹം എറിഞ്ഞ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ആ ഇന്ത്യയുടെ ബോളിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ എക്സലന്റ് ആയിരുന്നു. ആ ഒരു ബോൾ, ഗുർബാസ് ഔട്ടായ ഒരു ബോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഗുർബാസ് ഒരു മിഡ് വിക്കറ്റിലേക്കുള്ള ഷോട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പൊക്കിയടിക്കാനുള്ള ഒരു മൂഡിലാണ് നിന്നിരുന്നതെന്ന് ബുംറയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബുംറ ഓരോ ബാറ്റർമാരുടെയും അവരുടെ ഒരു മൈൻഡ് റീഡ് ചെയ്ത് ബോൾ ചെയ്യുന്ന പോലെ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബുംറയ്ക്ക് മുൻകൂട്ടി, അതൊരു ഒബ്സർവേഷനാണ്, അദ്ദേഹത്തിന് അത് മുൻകൂട്ടി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹം അത് മിഡ് വിക്കറ്റിലേക്ക് ഒരു ഷോട്ട് കളിക്കും അല്ലെങ്കിൽ ഒരു പൊക്കി അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ബുംറ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് മാറ്റി വൈഡ് ലൈനോട് ചേർന്നിട്ടാണ് ഒരു സ്ലോവർ എറിഞ്ഞത്. ആ സ്ലോവർ ബോൾ തന്നെ ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഓർപ്പിച്ചായിരുന്നില്ല, ഒരു ഗുഡ് ലെങ്ത്തിൽ വീണ ഒരു ബോളായിരുന്നു. അത് എഡ്ജ് എടുക്കുകയും കീപ്പറുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. ഗുർബാസിനെ വേണ്ട വിധത്തിൽ ട്രാപ്പ് ചെയ്യാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു. ആ 2-3 സ്ട്രാറ്റജികൾ തുടക്കത്തിൽ തന്നെ പ്രയോഗിച്ച കുറച്ച് സ്ട്രാറ്റജികളാണ് ഇന്ത്യക്ക് ഇത്ര വലിയൊരു വിജയം നേടിക്കൊടുത്തത്. അതിൽ 2 സ്ട്രാറ്റജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഈ പറയുന്നത്, സ്ലോവറുകൾ എറിയുക, ആ സ്ലോവറുകൾ വൈഡ് ആയിട്ട് എറിയുക എന്നുള്ളതാണ്. അതായത് വൈഡ് ലൈനോട് ചേർത്ത് സ്ലോവറുകൾ എറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഇന്ത്യ ഇന്നലെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പലപ്പോഴും നമ്മൾ കണ്ടു. ഈവൻ കുൽദീപ് യാദവ് ബോൾ ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ സ്പിന്നേഴ്സ് ബോൾ ചെയ്യുമ്പോഴും ഫാസ്റ്റ് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോഴും എപ്പോഴും ബോൾ ചെയ്തിരുന്ന ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് മാറ്റിയാണ്. അത് കൂടുതലും ഈ ഡ്രൈ വിക്കറ്റ് ആയതുകൊണ്ട് സ്ലോവറുകളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല, എസ്പെഷ്യലി ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റിൽ. കുറച്ച് ബാറ്ററെ സഹായിക്കുന്ന നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ സിക്സറുകളൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിലെ കാറ്റാണ്. ഓരോ രാജ്യങ്ങളിലും ഓരോ കണ്ടീഷൻസ് ആണ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ചെറിയ ദ്വീപുകളാണ്. ബാർബഡോസ് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപിൽ ഈ കടൽ തീരത്തിന് അടുത്തായതുകൊണ്ട് തന്നെ കാറ്റ് വീശി അടിക്കും. നമ്മൾ ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരു ഗ്രൗണ്ടിലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവുകയുമില്ല. ബോളേഴ്സിന് ബോൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എഗെയിൻസ്റ്റ് ദ വിൻഡ് ബോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര, ഓടി വരാൻ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം കാറ്റ് നമ്മളെ അതുപോലെ പിന്നിലേക്ക് തള്ളും എന്നുള്ളതാണ്. എന്നാൽ വിത്ത് ദ വിൻഡ് ബോൾ ചെയ്യാനാണ് വളരെ ഈസിയാണ് തന്നെ. അതുപോലെ തന്നെയാണ് ബാറ്റർമാർ അടിക്കുന്ന സമയത്ത് അവർക്ക് ഈ വിത്ത് ദ വിൻഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ, സിക്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ വിൻഡിനോടൊപ്പം അടിക്കുക, കാറ്റിന്റെ ഒഴുക്കിനൊപ്പം അടിക്കുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് അടിക്കുകയാണെങ്കിൽ സിക്സ് പോകുന്ന ചാൻസസ് കൂടുതലാണ്. പക്ഷെ കാറ്റിനെതിരെ അടിച്ച് സിക്സ് കളയുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ കാറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിലും ന്യൂസിലൻഡിലും ഈ 2 രാജ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇനി നമ്മൾ ഇന്ത്യയുടെ ഈ ഒരു സ്ട്രാറ്റജി, ഞാൻ ആദ്യം പറഞ്ഞ ഈ വൈഡ് ലൈനിൽ ബോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ലോവർ എറിയുക എന്നുള്ള സ്ട്രാറ്റജി, രണ്ടാമത്തെ സ്ട്രാറ്റജി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ബൗണ്ടറി ലൈനിൽ നിന്ന് ത്രോ വരുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഈ പിച്ചിൽ നമ്മൾ കണ്ടതാണ് 5 വിക്കറ്റ് ഉണ്ടായിരുന്നു, 5 പിച്ചുകൾ ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പിച്ചിലാണ് ഈ മത്സരം നടന്നിരുന്നത്. ബാക്കി 4, അതായത് ഈ സ്ക്വയർ എന്ന് പറയും, 5 വിക്കറ്റുകളുള്ള ഒരു സ്ക്വയർ ആയിരുന്നു ബാർബഡോസിലെ. ആ 5 വിക്കറ്റുകളിൽ വളരെ ഡ്രൈ ആയിട്ടാണ് എല്ലാ വിക്കറ്റും കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ത്രോ എറിയുന്ന സമയത്ത്, ബൗണ്ടറി ലൈനിൽ നിന്ന് ത്രോ എറിയുന്ന സമയത്ത് ഈ ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റിൽ പിച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ പിച്ചിലാണ് ഇത് കീപ്പറുടെ കൈകളിലേക്ക് പല ത്രോയും എത്തിക്കൊണ്ടിരുന്നത്. ഈവൻ രവീന്ദ്ര ജഡേജ എറിയുമ്പോഴും, പല നല്ല ത്രോ എറിയുന്ന ആളുകൾ എറിയുമ്പോൾ പോലും, സൂര്യകുമാർ എറിയുമ്പോഴും ഒക്കെ അവർ 2 പിച്ച് ഈ പറയുന്ന ഈ സ്ക്വയറിൽ പിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്തിനാണ് അങ്ങനെ എറിഞ്ഞിരുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഈ ബോളിന്റെ ഷൈൻ കളയാൻ വേണ്ടിയിട്ടാണ്.
അതൊരു സ്ട്രാറ്റജിയാണ്. ബോളിന്റെ ഷൈൻ കളയാന്ന് പറഞ്ഞാൽ എന്തായാലും ഗ്രൗണ്ടിൽ നമുക്ക് ഗ്രൗണ്ടിൽ പുല്ലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1 ബൗൺസ് എറിഞ്ഞാൽ പോലും ബോളിന്റെ ഷൈൻ പോകില്ല. പക്ഷേ പിച്ച് ഇത്ര ഡ്രൈ ആയതുകൊണ്ട് ആ പിച്ചിലേക്ക് നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ ബോളിന്റെ ഷൈൻ പോകും. ബോളിന്റെ ഷൈൻ കളഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് ഉപയോഗം. ഒന്നെന്ന് പറയുന്നത് അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോഴേക്കും റിവേഴ്സിങ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോൾ ഓൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ ഒട്ടും നീങ്ങില്ല. എസ്പെഷ്യലി ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റിൽ ഒട്ടും നീങ്ങില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്പിന്നേഴ്സ് ബോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് പിച്ചിൽ ഒരു ഗ്രിപ്പ് കിട്ടുകയും ബോൾ നന്നായിട്ട് തിരിയുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു സ്ട്രാറ്റജി. അത് ദിനേശ് കാർത്തിക് ആ കമന്ററിയിൽ വളരെ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തു. ഇങ്ങനെ ഇതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ഇന്ത്യ കാണുന്നത് ഇങ്ങനത്തെ പിച്ചിൽ എന്നുള്ളത്. ഈ 2 സ്ട്രാറ്റജി വളരെ എക്സലന്റ് ആയിരുന്നു. അതുപോലെ തന്നെ പല ബാറ്റർമാരെയും ഔട്ടാക്കാനായിട്ട് ഇപ്പൊ മുഹമ്മദ് നബീനെ ഔട്ടാക്കിയ സമയത്ത് കുൽദീപ് യാദവ് ബോൾ ചെയ്ത 17ാമത്തെ ഓവറിൽ മുഹമ്മദ് നബി മിഡ് വിക്കറ്റിലേക്ക് അടിക്കാതെ വഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു കാറ്റ്. അതുകൊണ്ട് തന്നെ നബിയുടെ അടി നല്ല രീതിയിൽ കണക്ട് ചെയ്തെങ്കിലും ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ ബോൾ ബൗണ്ടറി ലൈൻ കടന്നു പോയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ബൗണ്ടറിയാണ്. ആ ഏരിയയിൽ കുറച്ച് ബൗണ്ടറിയുടെ നീളം കൂടുതലായിരുന്നു. ആ എൻഡിൽ നിന്നാണ് കുൽദീപ് ബോൾ ചെയ്തത്. അത് ഈ കാറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ അത് 6 പോയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ നജീബുള്ള സദ്രാൻ എന്ന് പറയുന്ന ആ ബാറ്ററെ പുറത്താക്കാനായിട്ട് ബുംറ കാണിച്ച ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് അതും വളരെ മികച്ചതായിരുന്നു. ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ വളരെ കൃത്യമായിട്ട് മെനയാനായിട്ട് ഇന്ത്യക്ക് ഇന്നലത്തെ മത്സരത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അടുത്ത മത്സരം ബംഗ്ലാദേശിനെയും കൂടെ തോൽപ്പിച്ചുകൊണ്ട് ഒരു സെമി ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര സുഗമമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.